Praise is faith speaking louder than fear. ഭയത്തേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്ന വിശ്വാസമാണ് സ്തുതി. ഭയം എല്ലാ മനുഷ്യരിലും ഉണ്ടാകുന്നു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിമിത്തവും എന്താണ് സംഭവിപ്പാൻ പോകുന്നതെന്നറിയാതെ അതിനെക്കുറിച്ചുള്ള ആകുല ചിന്തയും ഭയത്തെ വിളിച്ചു വരുത്തുന്നു. മനുഷ്യരെന്ന നിലയിൽ ദൈവമക്കളുടെയും ജീവിതത്തിൽ ഭയമുണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടാകാം. എന്നാൽ നാം ഭയത്തിന് കീഴ്പ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ നമ്മിൽ നിന്നും ഉയരേണ്ട വിശ്വാസം അത്രേ സ്തുതി. പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം പ്രവർത്തിച്ചില്ല എങ്കിൽ എന്ന് ഭയം നമ്മോട് സംസാരിക്കുമ്പോൾ ദൈവം വിശ്വസ്തനാണ് എന്ന് സ്തുതി പറയണം. ദാവീദിന്റെ ഒരു സ്തുതിഗീതമായ 27 സങ്കീർത്തനത്തിൽ താൻ ഇങ്ങനെ പാടുന്നു: യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ദൈവം നമുക്ക് ആരാണ്, എന്താണ് എന്ന് നാം തിരുവചനത്തിൻ്റെ വെളിച്ചത്തിലും കഴിഞ്ഞകാല ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിലും മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നാം സ്തുതിയായി മാറ്റണം. സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ശബ്ദങ്ങൾ നമ്മിൽ നിന്നും ശക്തമായി ഉയരുമ്പോൾ ഒരു ഭയത്തിനും നമ്മുടെ മേൽ വാഴുവാൻ കഴിയുകയില്ല. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങുന്നതിനും വാതിലുകൾ തുറക്കപ്പെടുന്നതിനും ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നതിനും മുൻപായി പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. പ്രതികൂലത്തിൻ്റെയും പ്രതിസന്ധികളുടെയും അർദ്ധരാത്രികൾ നമ്മുടെയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഭയം നമ്മെ അടിമപ്പെടുത്തുന്നതിന് മുന്നമേ ദൈവത്തെ പാടി സ്തുതിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കുക. സാഹചര്യങ്ങൾ കൂടുതൽ മോശമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്തുതി സ്തോത്രങ്ങളുടെ സ്വരം കുറഞ്ഞു പോകരുത്. കാര്യങ്ങൾ അനിശ്ചിതത്വത്തിലാകുമ്പോഴും സ്തുതിയുടെ ശബ്ദം ഉയർന്നു തന്നെ നിൽക്കട്ടെ. സ്തുതി എന്നത് വികാരവിക്ഷോഭത്തിൻ്റെ ഒരു തിരത്തള്ളലല്ല, പകരം അതൊരു വിശ്വാസത്തിൻ്റെ ശബ്ദമാണ്. ആ ശബ്ദം ഭയത്തേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്ന വിശ്വാസ പ്രഖ്യാപനമായി മാറട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.